തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് വി രാജേഷിന് സാധ്യതയേറി. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും. ആർ ശ്രീലേഖ അടക്കമുള്ള ബിജെപിയുടെ കൌൺസിലർമാർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി. എല്ലാം പാർട്ടി തീരുമാനിക്കുമെന്നായിരുന്നു വി രാജേഷിന്റെ പ്രതികരണം. ഒരു നിയുക്ത മേയറാണോ ഇവിടെ? ഞാൻ ജില്ലാ പ്രസിഡന്റ് കാണട്ടെ, ജില്ലാ പ്രസിഡന്റ് കാണട്ടെ, കണ്ടിട്ട് ജില്ലാ പ്രസിഡന്റ് കണ്ടിട്ട് പറയാം. എന്നോട് പാർട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. വലിയ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം പേരിലേക്ക് എത്തിയെന്ന് പറയപ്പെടുന്നുണ്ട്. അല്ല, മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. എന്നോട് പാർട്ടിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടില്ല. ജില്ലാ പ്രസിഡന്റ് കണ്ട് സംസാരിച്ചതിന് ശേഷം പറയാം. അല്ലല്ല, അത് എപ്പോഴാണ് നമ്മൾ ചിരിക്കാത്തത്? പിന്നെ നിങ്ങളിവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. ഞാൻ ജില്ലാ പ്രസിഡന്റ് കണ്ടിട്ട് വരാം, കണ്ടിട്ട് പറ. RB സനൂപ് ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. സനൂപ്, കഴിഞ്ഞ ദിവസമൊക്കെ ഏകദേശം ശ്രീലേഖയുടെ പേര് തന്നെ ഉറപ്പിച്ചതായിരുന്നു. മേയർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മേയർ ആകാൻ ശ്രീലേഖ തന്നെയാണ് യോഗ്യ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് BJP എത്തിയിരുന്നു. വളരെ പെട്ടെന്ന് എങ്ങനെയാണ് വി രാജേഷിലേക്ക് മറിഞ്ഞത്? എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ്? എപ്പോൾ തന്നെ നമുക്ക് തീരുമാനം അറിയാൻ കഴിയും? അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആര് എന്നുള്ള ചോദ്യത്തിന് തിരശ്ശീല വീഴും. ആരാണെന്നുള്ളതിന് വ്യക്തത വരും. കേന്ദ്രം നൽകിയ പേര് അത് ഇപ്പോൾ തന്നെ ഈ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പ്രഖ്യാപനം ഉണ്ടാവും. വി രാജേഷിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. 2 പേരുകളാണ് കേന്ദ്രത്തിന് കൈമാറിയത്. അതൊന്ന് വി രാജേഷും അതേപോലെ മുൻ DGP ആർ ശ്രീലേഖയുടെ പേര്. പക്ഷേ ശ്രീലേഖയ്ക്കെതിരെ വലിയൊരു എതിർപ്പ് ഉണ്ട് എന്നുള്ള കാര്യം സംസ്ഥാന നേതൃത്വത്തിന് തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കൗൺസിലറിലെ വലിയൊരു വിഭാഗത്തിനും അതുപോലെ കുറച്ച് നേതാക്കൾക്ക് ഉൾപ്പെടെ ഈ ആർ ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വലിയ എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു പേരിലേക്ക് എത്താനുള്ള സാധ്യത കൂടിയത്. അത് വി രാജേഷിൻ്റെ പേരാണ്. ഒരു ട്വിസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ അത് വി രാജേഷിലേക്ക് തന്നെ ആ പേര് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിന് തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടാവും. നാളെ രാവിലെ 10:30 കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2:30 ഡെപ്യൂട്ടി മേയറുടെ തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 2 ആഴ്ചയായിട്ടും ആദ്യമായിട്ട് ഒരു കോർപ്പറേഷനിലെ ഭരണം കിട്ടിയിട്ട് BJPക്ക് അവിടെ മേയറെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാര്യം ഈ ഒരു പേരിലേക്ക് ഇതുവരെയായിട്ടും അവർക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയായിരുന്നു ഇതിൽ എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ടത്. അങ്ങനെയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നതിന് പകരം രാജീവ് ചന്ദ്രശേഖരൻ, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ആ ലിസ്റ്റുമായിട്ട് നേരെ ഡൽഹിയിലേക്ക് പോകേണ്ടി വരുന്നതും ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരം ഒരു ആളെ കണ്ടെത്തി മേയർ സ്ഥാനാർത്ഥിയുടെ നിർത്താൻ വേണ്ടി തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. ഇപ്പോൾ എന്തായാലും വി രാജേഷിന് തന്നെയാണ് സാധ്യത വളരെ കൂടുതൽ. നേരത്തെ തന്നെ പൂജപ്പുരയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊടുങ്ങാനൂരിൽ നിന്നാണ് വി രാജേഷ് ജയിച്ചത്. ഈ BJP പശ്ചാത്തലമുണ്ട്. അതുപോലെ RSSനും പ്രിയങ്കരൻ വി രാജേഷ് തന്നെയാണ്. അതുകൊണ്ടാണ് വി രാജേഷിനെ തന്നെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ വേണ്ടി BJP നേതൃത്വം ഇപ്പോൾ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനുശേഷം ആർ ശ്രീലേഖയെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷും BJP ജില്ലാ അധ്യക്ഷൻ കരമന ജയനും വീട്ടിലെത്തി ആ ശ്രീലേഖയെ കണ്ടിരുന്നു. ശ്രീലേഖയും ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ശ്രീലേഖയ്ക്ക് വൈസ് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. പകരം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ജയസാധ്യതയുള്ള ഒരു സീറ്റ് മിക്കവാറും വട്ടിയൂർക്കാവാനാണ് സാധ്യത. ആ സീറ്റ് നൽകാൻ വേണ്ടിയാണ് നിലവിലിപ്പോൾ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനുള്ള അനുനയ ചർച്ചകളൊക്കെ തന്നെ നടന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മേയർ 45 വർഷത്തിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ സൂചിപ്പിച്ചതുപോലെ ഈ ആർ ശ്രീലേഖയ്ക്കുള്ള ഈ പ്രധാനമായും ഈ പൊതുരംഗത്തൊക്കെയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള പ്രവൃത്തി പരിചയം അത് കുറവാണ് എന്നൊരു കാര്യം നമുക്ക് പറയാം. ഒപ്പം തന്നെ ഈ വി രാജേഷിന് തലമുതിർന്ന ഒരു നേതാവാണ് BJPയിലെ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത് RSSന്റെ പിന്തുണ എത്രത്തോളം വി രാജേഷിന് ലഭിച്ചിട്ടുണ്ട്? RSSന്റെ പിന്തുണ ഈ ഒരു തീരുമാന മാറ്റത്തിൽ നിർണായകമായി എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? തീർച്ചയായിട്ടും RSSനും താല്പര്യമുള്ളത് വി രാജേഷിനെ തിരുവനന്തപുരം കോർപ്പറേഷനെ മേയറാക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. ജീന സൂചിപ്പിച്ചത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ആർ ശ്രീലേഖ മുൻ DGP ആണ്, ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. രാഷ്ട്രീയ പരിചയം വളരെ കുറവാണ്. തിരുവനന്തപുരം പോലെ ഒരു കോർപ്പറേഷനിൽ ഭരണം ലഭിക്കുമ്പോൾ അവിടെ ഈ പറയുന്ന രാഷ്ട്രീയ പാരമ്പര്യവും മികവും മുൻ പരിചയമുള്ളവരെ തന്നെ മേയറാക്കിയാൽ മതി എന്നുള്ള തീരുമാനമായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. പക്ഷേ ഈ ആർ ശ്രീലേഖയെ പോലെ ഇത്രയും ഉന്നത പദവിയിൽ ഇരുന്ന ഒരാൾക്ക് വെറും വാർഡ് കൗൺസിലറായിട്ട് ഇരുത്തുന്നതിലെ അനൗചിത്യം
ചിലർ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ടാണ് ഈ രണ്ട് പേരുടെ ലിസ്റ്റുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ ദില്ലിയിലേക്ക് പറഞ്ഞത്. അവിടെ ഇപ്പോൾ എന്തായാലും ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് വി രാജേഷിന്റെ പേരിലേക്ക് എത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ആ പ്രഖ്യാപനം കൂടി വന്നാൽ മാത്രം മതിയാവും. അതേ